Hi friends, welcome back to Meenus Taste of Home. നല്ല നാടൻ ബീഫ് റോസ്റ്റ് ആണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അധികം ഓയിലൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ബീഫ് ഉലർത്തിയത് അല്ലെങ്കിൽ ബീഫ് വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് കുറച്ച് ഫാറ്റ് കണ്ടന്റ് ഉള്ള ബീഫാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉലർത്തിയതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ബീഫ് 1 കിലോ. ഈ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ബീഫിൻ്റെ ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഞാനിവിടെ ലോയിൻ സ്റ്റേക്കാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഒന്നുകിൽ ഇത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലേഡ് സ്റ്റേക്ക്, ഓയിസ്റ്റർ ബ്ലേഡ്, ചക്ക് സ്റ്റേക്ക്, ഇതിലേത് യൂസ് ചെയ്തിരുന്നാലും നമുക്ക് ആ നാട്ടിലെ ബീഫ് റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് അല്ലെങ്കിൽ പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ, തേങ്ങാക്കൊത്ത് 1/2 കപ്പ്, 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 2-3 തണ്ട് കറിവേപ്പില, നല്ല എരിവുള്ള പച്ചമുളക് 3 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി. ഇതെല്ലാം നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഗരം മസാലയായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ 4-5 ഗ്രാമ്പൂ, 4 ഏലക്ക. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി ഇതെല്ലാം ഞാൻ ചേർക്കുന്ന ടൈമിൽ കറക്റ്റ് അളവ് പറയാം. ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, 3-4 വറ്റൽമുളക്. ബീഫ് വേവിക്കുന്നതിനായിട്ട് 1/2 കപ്പ് വെള്ളം, പാകത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. 1 കിലോ ബീഫിൻ്റെ സ്റ്റേക്ക് കട്ട് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർക്കാം. ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1 തണ്ട് കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്തും 1 സവാള സ്ലൈസ് ചെയ്തിട്ടുള്ളതും ചേർക്കാം. ഇതിന് പകരമായിട്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ബീഫിലേക്ക് കോട്ടാവുന്ന രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ബീഫ് വേവുന്നതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കുവാണെങ്കിൽ ബീഫിൻ്റെ ഗ്രേവി കൂടിക്കഴിഞ്ഞാൽ ഇത് വരട്ടിയെടുക്കാൻ കൂടുതൽ ടൈം എടുക്കും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വിസിലിട്ടതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ആദ്യത്തെ വിസിൽ കഴിഞ്ഞു. ഇനി ഒരു വിസിലൂടെ കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഒതൻറ്റിക് ആയിട്ടുള്ള നാടൻ റെസിപ്പീസിനെല്ലാം ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർക്കാം.
ഇനി ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർക്കാം. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചെറുതായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഈ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി യൂസ് ചെയ്യാം, അതും കൂടുതൽ ടേസ്റ്റ് കിട്ടും. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചേർത്തിരിക്കുന്ന പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രഷർ കുക്കറിന്റെ പ്രഷർ റിലീസ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബീഫിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് ഒരു 1/4ഓളം ബീഫ് കുക്കായിട്ടുണ്ട്. ഇനി ഈ വഴറ്റി വെച്ചിട്ടുള്ള സവാളയിലേക്ക് നമുക്ക് ബീഫിന്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം വേവിച്ചിട്ടുള്ള ഗ്രേവിയും ചേർക്കാം. ഇനി ഈ ഒരു ഗ്രേവിയിലാണ് ബീഫ് കംപ്ലീറ്റ് ആയിട്ട് കുക്കാവുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ഗ്രേവി വറ്റിച്ചെടുക്കുന്നതിനോടൊപ്പം ബീഫ് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നില്ല, ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും. ഈ ഒരു ടൈമിൽ പാകത്തിനുള്ള ഉപ്പും എരിവും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ടൈം എടുത്ത് ഈ ഒരു ഗ്രേവി വറ്റിച്ചെടുക്കുന്നതാണ് ബീഫ് റോസ്റ്റ് കൂടുതൽ ടേസ്റ്റി ആവുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കാം. ഇനി ഈ ഗരം മസാലയും നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ ബീഫ് ഉലർത്തിയതിന് ഒരു ബ്രൗൺ കളർ കിട്ടുന്നതിനായിട്ട് അവർ ബ്രൗണിങ് എസൻസ് ആണ് ചേർക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് നമുക്ക് ബീഫ് വരട്ടിയാൽ ആ ഒരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇപ്പോൾ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ചീനച്ചട്ടിയുടെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ ഒരു ബീഫിൻ്റെ ഗ്രേവി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ബീഫ് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മളൊന്ന് വരട്ടിയെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് അഡീഷണലി ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിൽ നിന്ന് തന്നെ ഓയിൽ ഇറങ്ങി ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടും. ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ നല്ല ഡ്രൈ ആയിട്ട് ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണിത്. ചപ്പാത്തി, പൊറോട്ട, റൈസിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.